അലീമിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വിശദവിവരങ്ങൾ പറയൂ ലിഷ. അതായത് അദ്ദേഹത്തെയും പുറത്തേക്ക് കൊണ്ടുപോയി, പക്ഷേ ആശാവഹമായ ഒന്നും തന്നെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് മോത്തി. കാരണം ഒരു അനക്കവുമില്ല, കുറേ നേരമായി ശരീരഭാഗം മണ്ണിനടിയിലാണ് ഉള്ളത്. ഇനി ആരും തന്നെ ഈ മണ്ണിനടിയിലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു നിന്നു. അതായത് 2 മണിക്കൂർ നീണ്ടു നിന്നു. ഏകദേശം 6:30 മണിക്കാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ 9 മണിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ആരുമില്ലല്ലോ, നമുക്കറിയില്ല. ഹലോ, ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പിക്കുക മാത്രമാണ്. ഈ ആരുമില്ല എന്നുള്ളതാണ് തൊഴിലാളികളിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷേ എന്നാലും ഒന്ന് ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ വീണ്ടും മണ്ണ് മാറ്റി നോക്കുന്നുണ്ട്. പക്ഷേ ഇനി ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഫയർഫോഴ്സിൻ്റെ ആ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ 3 പേരെയും പുറത്തെത്തിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 3 പേർക്കും, അതായത് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചു. 3-മത്തെ ആളുടെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അനക്കുണ്ടോ സാറേ? അനക്കുണ്ടോ? ഇല്ല, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അറിയാൻ പാടില്ല, ഞാൻ അവർ ഡോക്ടർമാർ ചെയ്യട്ടെ. ഇനിയിപ്പോൾ ആരും ഇല്ലെന്ന് തന്നെയാണല്ലോ അതല്ലേ നമ്മുടെ പറയണം. 3 പേരെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇനി അറിയാൻ പാടില്ല. നമ്മൾ അത് നോക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. ഓഫീസറുണ്ട് സാറ്. അതായത് ഇനി ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സ്ഥിരീകരിക്കുന്നത്. പക്ഷേ എന്നാലും ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ ഒരു ചാൻസ് ഉണ്ടോ, ആരെങ്കിലും ഉണ്ടാകാനായുള്ളൊരു ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത്. അതെല്ലാം തന്നെ ഇനിയിപ്പോൾ ഒരു ഉറപ്പ് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മണ്ണൊക്കെ മാറ്റി നോക്കുന്നത് അല്പസമയം കൂടി എന്തായാലും തുടരും. അതിന് ശേഷമായിരിക്കും ഒരു വ്യക്തത വരികയുള്ളൂ.